ഓക്കെ, അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് അഡ്രീനൽ ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ അഡ്രീനോ കോർട്ടിക്കോ ഇൻസഫിഷ്യൻസി ആണ്. ഓക്കെ, അഡ്രീനൽ ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ അഡ്രീനോ കോർട്ടിക്കോ ഇൻസഫിഷ്യൻസി. ഇൻസഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്നാഡിക്വേറ്റ് സെക്രീഷൻ ഓഫ് കോർട്ടിസോൾ ആൻഡ് ആൽഡോസ്റ്റെറോൺ. മെയിൻ ആയിട്ടും ഈ രണ്ട് ഹോർമോൺ, അതുകൂടാതെ ആൻഡ്രോജൻ. അപ്പം നമ്മുടെ അഡ്രീനൽ കോർട്ടെക്സ് നോർമലി സെക്രീറ്റ് ചെയ്യുന്ന 3 ഹോർമോൺ അല്ലേ? കോർട്ടിസോള്, ആൽഡോസ്റ്റെറോൺ, ആൻഡ്രോജൻ. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഇന്നാഡിക്വേറ്റ് സെക്രീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്രീനൽ ഇൻസഫിഷ്യൻസി അല്ലെങ്കിൽ അഡ്രീനോ കോർട്ടിക്കോ ഇൻസഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം നോർമലി നമ്മൾ പറയുവാണെങ്കിൽ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രീനൽ. അപ്പം ഹൈപ്പോതലാമസിൽ നിന്ന് എന്ത് ഹോർമോൺസ് അത് സെക്രീറ്റ് ചെയ്യുന്നത്? കോർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു. അത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ചെന്ന് ആക്ട് ചെയ്തിട്ട് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ റിലീസ് ചെയ്യും. അത് നമ്മുടെ അഡ്രീനൽ കോർട്ടെക്സിൽ ഒന്ന് ആക്ട് ചെയ്തിട്ടാണ് ഈ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കോർട്ടിസോള്, ആൽഡോസ്റ്റിറോണ്, പിന്നെ ആൻഡ്രോജൻ. പിന്നെ നമ്മൾ നേരത്തെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഈ കോർട്ടിസോൾ ആണ് ഈ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് കൺട്രോൾ ചെയ്യുന്നത്. ബാക്കി ഈ ആൻഡ്രോജനെയും ആൽഡോസ്റ്റിറോണെയും കൺട്രോൾ ചെയ്യുന്ന വേറെ മെക്കാനിസം. ആൽഡോസ്റ്റിറോണിനെ ആണെങ്കിൽ റാസ് മെക്കാനിസം ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ്രോജനെ ആണെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ഗൊണാഡോട്രോഫിൻസ് ആണ്. ഓക്കെ, അപ്പൊ മെയിൻലി ഈ ഹൈപ്പോതലാമസിനോ പിറ്റ്യൂട്ടറിക്കോ എന്തെങ്കിലും ഡിസീസ് വരുവാണെങ്കിൽ അത് കൂടുതലും അഫക്ട് ചെയ്യുന്ന ആരായിരിക്കും? കോർട്ടിസോളിനെ ആയിരിക്കും. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി ഹൈപ്പോതലാമസിനോ പിറ്റ്യൂട്ടറിക്കോ ആണ് ഡിസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻ പോകുന്നതെങ്കിൽ അതങ്ങനെ ഉണ്ടാവുന്ന അഡ്രീനൽ ഇൻസഫിഷ്യൻസിനെ നമ്മൾ സെക്കൻഡറി എന്ന് പറയും. ഓക്കെ, അഡ്രീനൽ ഗ്ലാൻഡിനാണ് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അഡ്രീനൽ ഇൻസഫിഷ്യൻസി വരുന്നതെങ്കിൽ അതിനെ പ്രൈമറി എന്ന് പറയും. ഓക്കെ, അപ്പം ഹൈപ്പോതലാമസിനോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിക്കോ നമുക്ക് പ്രശ്നം വരുവാണെങ്കിൽ നമ്മുടെ ACTHന്റെ സെക്രീഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം ഇതിന്റെ രണ്ട് ഫംഗ്ഷനും പോയി കിടക്കും. ഹൈപ്പോതലാമസിന്റെ ഡിസീസ് ആണെങ്കിലും പിറ്റ്യൂട്ടറിക്ക് ആണെങ്കിലും. അതേസമയം അഡ്രീനലിനാണ് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമെങ്കിൽ എന്തെടുക്കും? ബാക്കി ഈ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് നോർമൽ ആണ്. അപ്പം അഡ്രീനൽ ഹോർമോൺസ് കുറയുവാണെങ്കിൽ കൂടുതൽ ഇവർ ACTHനെ സെക്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അഡ്രീനൽ ഇൻസഫിഷ്യൻസി, അഡ്രീനലിനാണ് പ്രശ്നമെങ്കിൽ. അപ്പോൾ അവിടെ ACTHന്റെ ലെവൽ എന്തുമായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പം ഇതാണ് കോസസ്. ചരിച്ചുപിടിക്കണേ. കോസസ് ഓഫ് അഡ്രീനോ കോർട്ടിക്കോ ഇൻസഫിഷ്യൻസി എന്ന് പറഞ്ഞു. അത് പ്രൈമറി ആവും, സെക്കൻഡറി ആവും. പ്രൈമറി ഞാൻ പറഞ്ഞല്ലോ, അഡ്രീനൽ ഗ്ലാൻഡിന് ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും മേജർ ആയിട്ടും. ഓക്കെ, അപ്പൊ അവിടെ ACTHന്റെ ലെവൽ എത്ര ആയിരിക്കും? കൂടുതൽ തന്നെ ആയിരിക്കും. സെക്കൻഡറി വരുവാണെങ്കിൽ ACTHന്റെ ലെവൽ കുറവായിരിക്കും. കാരണം ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസിനാണ് പ്രശ്നം. അവിടെ ACTHന്റെ ലെവൽ കുറവായിരിക്കും. ഓക്കെ, അപ്പം പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസിയാണ് നമ്മൾ അഡിസൺ ഡിസീസ് എന്ന് പറയുന്നത്. പ്രൈമറി അഡ്രീനൽ ഡെഫിഷ്യൻസി ഇൻസഫിഷ്യൻസി. ഓക്കെ, അപ്പൊ മോസ്റ്റ് കോമൺ കോസ് ഓഫ് അഡ്രീനൽ ഇൻസഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അത് ഓട്ടോ ഇമ്മ്യൂൺ കോസ് ആണ്. ഓക്കെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് അഡ്രീനൽ ഇൻസഫിഷ്യൻസി ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുവാണെങ്കിൽ അത് ട്യൂബർകുലോസിസ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. മോസ്റ്റ് കോമൺ കോസ് ഓട്ടോ ഇമ്മ്യൂണ്, മോസ്റ്റ് കോമൺ കോസ് ഇൻ ഇന്ത്യ ട്യൂബർകുലോസിസ്. ഓക്കെ, അപ്പൊ പ്രൈമറി മാത്രം നമ്മൾ എടുത്തു പറയുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഓട്ടോ ഇമ്മ്യൂൺ, അഡിസൺ ഡിസീസിന്റെ കോസ് ഓട്ടോ ഇമ്മ്യൂൺ ആവാം, TB അല്ലെങ്കിൽ HIV അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിന് എന്തെങ്കിലും ഹെമറേജ് വരുന്നു, അല്ലെങ്കിൽ ട്യൂമർ വരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ബയലാട്രൽ അഡ്രീനൽ എക്ടമി നടത്തുന്നു. അതൊക്കെയാണ് അഡിസൺ ഡിസീസിന്റെ കോസസുകൾ. ഓക്കെ, ഇനി പ്രൈമറി അഡ്രീനൽ ഇൻസഫിഷ്യൻസിയുടെ വേറൊരു കോസ് ആണ് ഒന്നെങ്കിൽ അഡ്രീനൽ ഗ്ലാൻഡിന് എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ അത് സിന്തസൈസ് ചെയ്യുന്ന എൻസൈംസിന് എന്തെങ്കിലും ഡിഫക്റ്റ്. അപ്പം ഷൗക്കത്ത് പഠിപ്പിച്ച കൺജന്റൽ അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, അവിടെ ആണെങ്കിൽ ഈ alpha-21 ആൽഫ ഹൈഡ്രോക്സിലേസ് ഡെഫിഷ്യൻസി അല്ലേ? അപ്പൊ ആ എൻസൈം ഡെഫിഷ്യന്റ് ആണെങ്കിലും ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നതിൽ ഡിഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ്, എറ്റോമിഡേറ്റ്, കീറ്റോകോണസോൾ ഒക്കെ, അപ്പം ആ ഡ്രഗ്സ് വന്നിട്ട് ഈ എൻസൈംസിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, അപ്പം പ്രൈമറി എന്ന് പറഞ്ഞാൽ രണ്ട്, അഡിസൺ ഡിസീസും വരാം അല്ലെങ്കിൽ എൻസൈം ഡിഫക്റ്റും വരാം. സെക്കൻഡറി ആണ് നമ്മൾ പറഞ്ഞ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഡിസീസ് എന്തെങ്കിലും വരുന്ന. മോസ്റ്റ് കോമൺലി പിറ്റ്യൂട്ടറിക്ക് വരുന്ന ഇതാണ് ഷീഹാൻ സിൻഡ്രോം. ഷീഹാൻ സിൻഡ്രോം അറിയാലോ, പോസ്റ്റ് പാർട്ടം ആയിട്ട് പിറ്റ്യൂട്ടറിയിൽ ഹെമറേജ് വരുന്നു. ഓക്കെ, അപ്പൊ അത് ഒരു കോസ് ആണ് അഡ്രീനൽ ഇൻസഫിഷ്യൻസിയുടെ. അപ്പം ഈ ഇത് ക്വസ്റ്റ്യൻ ആണ്, അഡ്രീനൽ കോസസ് ഓഫ് അഡ്രീനൽ ഇൻസഫിഷ്യൻസി. പ്രൈമറി വരാം, സെക്കൻഡറി വരാം. പ്രൈമറി എന്ന് പറയുമ്പോൾ അഡ്രീനൽ ഗ്ലാൻഡിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഹൈപ്പോതലാമസിനോ പിറ്റ്യൂട്ടറിക്കോ ഉണ്ടാകുന്ന
പ്രശ്നങ്ങൾ. പിന്നെ ഈ ഡ്രഗ്സ് ഒന്ന് ഓർത്ത് വെക്കണേ, കീറ്റോകോണസോൾ എറ്റോമിഡേറ്റ് ഓർത്ത് വെച്ച്. ഓക്കെ. പിന്നെ നമ്മുടെ ഈ വാട്ടർ ഹൗസ് ഫ്രെഡറിച്ചൻ സിൻഡ്രോം ഇത് കണ്ടോ, ഇതും അഡിസൺ ഡിസീസിന്റെ ഒരു കോസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്സീരിയ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ സ്യൂഡോമോണാസ്, ഇവർ രണ്ടുപേരുമാണ് വാട്ടർ ഹൗസ് ഫ്രെഡറിച്ചൻ സിൻഡ്രോം ഉണ്ടാക്കുന്നത്. ഇതൊരു MCQ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഓർഗാനിസം കോസിങ് വാട്ടർ ഹൗസ് ഫ്രെഡറിച്ചൻ, ഒന്ന് നെയ്സീരിയ മെനിഞ്ചൈറ്റിസും മറ്റേത് സ്യൂഡോമോണാസും. ഇവർ രണ്ടുപേരും എന്തുണ്ടാക്കും, സെപ്റ്റിസീമിയ ഉണ്ടാക്കി. ഓക്കെ, സെപ്റ്റിസീമിയ അങ്ങനെ DIC ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ ഉണ്ടാക്കിയിട്ട് അഡ്രീനൽ ഹെമറേജ് ഉണ്ടാക്കും. അതായത് അഡ്രീനൽ ഗ്ലാൻഡിന് ഹെമറേജ് ഉണ്ടാക്കും. അപ്പൊ ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യത്തില്ല, കോർട്ടിസോൾ അതുപോലെ ആൽഡോസ്റ്റിറോൺ ഒക്കെ സെക്രീഷന് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പം അതും അഡിസൺ ഡിസീസിന്റെ ഒരു കോസ് ആണ്, വാട്ടർ ഹൗസ് ഫ്രെഡറിച്ചൻ സിൻഡ്രോം. ഇനി നമ്മൾ അഡിസൺ ഡിസീസിനെ കുറിച്ചാണ് കൂടുതലായിട്ടും പറയുന്നത്. അഡിസൺ ഡിസീസിന്റെ മോസ്റ്റ് കോമൺ കോസ് ഞാൻ പറഞ്ഞു എന്തുവാണ്, ഓട്ടോ ആന്റിബോഡീസ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ നോർമലി അഡ്രീനൽ കോർട്ടെക്സിന്റെ അകത്ത് സെൽസിന്റെ അകത്ത് ഈ ACTH റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ റിസപ്റ്റേഴ്സ്. അപ്പം ഈ റിസപ്റ്റേഴ്സ് നോർമലി വന്ന് ACTH ഒക്കെ ബൈൻഡ് ചെയ്ത് അങ്ങനെയാണ് ആക്ഷൻ നടക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടാക്കുമ്പം ഈ അഡ്രീനൽ കോർട്ടിക്കൽ സെൽസിനെതിരെയും അതുപോലെ തന്നെ നമ്മുടെ 21 ആൽഫ ഹൈഡ്രോക്സിലേസ് ഇല്ലേ, ആ എൻസൈമിനെതിരെയും ഇവർ ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടാക്കും. ഓക്കെ, ഈ റിസപ്റ്റർ ഉള്ള അഡ്രീനൽ കോർട്ടെക്സ് സെൽസിനെയും പിന്നെ ഈ എൻസൈമിനെതിരെയും ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടാക്കും. ഈ ഓട്ടോ ആന്റിബോഡീസ് വന്നിട്ട് അഡ്രീനൽ കോർട്ടെക്സിനെ ഡിസ്ട്രക്ട് ചെയ്യും. അതാണ് അഡിസൺ ഡിസീസിന്റെ പത്തോളജി. ഓക്കെ, ഓട്ടോ ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് അഡ്രീനൽ കോർട്ടെക്സ് സെൽസിനും പിന്നെ 21 ആൽഫ ഹൈഡ്രോക്സിലേസ് എൻസൈമിനെതിരെ. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ അഡ്രീനലിൽ നിന്ന് കോർട്ടിസോളും ആൽഡോസ്റ്റിറോണും ഒന്നും വരുന്നില്ല. ഈ ആന്റിബോഡീസ് ഇത് അഡ്രീനലിനെ ഡിസ്ട്രക്ട് ചെയ്തിട്ട് ഈ ഹോർമോൺസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പൊ എന്ത് ചെയ്യും, ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് ACTH കൂടുതലായിട്ട് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പം അഡിസൺ ഡിസീസ് ഉള്ള ഒരാൾക്ക് ACTH ലെവൽ കൂടുതലായിരിക്കും, ബാക്കിയുള്ള ഹോർമോൺസ് എല്ലാം കുറഞ്ഞിരിക്കും. കോർട്ടിസോൾ കുറവാണ്, ആൽഡോസ്റ്റിറോൺ കുറവാണ്, ആൻഡ്രോജൻസ് കുറവാണ്. ഓക്കെ, ACTH മാത്രമേ എലിവേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, പിന്നെ അതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോക്കോർട്ടിക്കോയിഡ് ഡെഫിഷ്യൻസി, അപ്പം അത് കാരണം കുറെ സിംറ്റംസ് വരാം. മിനറൽ കോർട്ടിക്കോയിഡിന്റെ ഡെഫിഷ്യൻസി, അത് കാരണം സിംറ്റംസ് വരാം. ACTH എക്സസ് ആകുമ്പോൾ അത് കാരണമുള്ള സിംറ്റംസ് വരാം. പിന്നെ അഡ്രീനൽ ആൻഡ്രോജൻ ഇൻസഫിഷ്യൻസി, അത് കാരണമുള്ളത്. ഓക്കെ, അതായത് ആ 3 സംഭവം ഗ്ലൂക്കോക്കോർട്ടിക്കോയിഡ്, മിനറൽ കോർട്ടിക്കോയിഡ്, ആൻഡ്രോജൻ, അതിന്റെ ഡെഫിഷ്യൻസി കാരണമുള്ള സിംറ്റംസ് ഉണ്ട്. പിന്നെ ACTH എക്സസ് ആവുന്ന കാരണമുള്ള സിംറ്റംസും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ACTHന്റെ കാര്യം പറയാം. ACTHന് ഒരു പാർഷ്യൽ മെലനസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ഫംഗ്ഷൻ ഉണ്ട്, MSHന്റെ. ഓക്കെ, അപ്പൊ MSHന്റെ ഫംഗ്ഷൻ എന്തുവാണ്, മെലനോസൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്ത്, അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാക്കും സ്കിന്നിലൊക്കെ. അപ്പം ഇവിടെ ഈ അഡിസൺ ഡിസീസിൽ ACTH എക്സസ് ആയതുകൊണ്ട് അത് MSHലേക്ക് ആക്ഷൻ കാണിച്ച് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാക്കും. അപ്പം ഹൈപ്പർ പിഗ്മെന്റേഷൻ ഓഫ് പാംസ്, സോൾസ് ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, പാംസ്, സോൾസ്, പിന്നെ മ്യൂക്കസ് മെംബ്രെയിൻസ്, കൺജങ്ക്റ്റീവ, അവിടെ എല്ലാം ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഉണ്ടാക്കും. ഓക്കെ, അതാണ് ആദ്യം ഓർക്കേണ്ടത്. ഇനി ഗ്ലൂക്കോക്കോർട്ടിക്കോയിഡിന്റെ കാര്യം ഓർക്കാം. അതായത് കോർട്ടിസോളിന്റെ നോർമൽ ഫംഗ്ഷൻ എന്തുവാ, ഹൈപ്പർ ഗ്ലൈസീമിക്ക, അതായത് ഗ്ലൂക്കോസ് കൂട്ടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കൂട്ടും. ഓക്കെ, അപ്പം ഇവിടെ പിന്നെ വെയിറ്റ് ഗെയിൻ ആണ് കോർട്ടിസോളിന്റെ ഫംഗ്ഷൻ. അപ്പൊ കോർട്ടിസോൾ ഡെഫിഷ്യൻസ് ആണെങ്കിൽ എന്തുണ്ടാവും, വെയിറ്റ് ലോസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ ആയിരിക്കും. അതാണ് ഏറ്റവും ഓർക്കേണ്ട കാര്യം, വെയിറ്റ് ലോസും ഹൈപ്പോഗ്ലൈസീമിയും. ബാക്കിയുള്ള കാര്യം നോസിയ, വോമിറ്റിംഗ്, ഡയറിയ, അതെല്ലാത്തിലും ഉള്ള സംഭവമൊക്കെ പോസ്റ്റർ ഹൈപ്പർ ടെൻഷൻ. അപ്പൊ വെയിറ്റ് ലോസും ഹൈപ്പോഗ്ലൈസീമിയും നന്നായിട്ട് ഓർത്ത് വെക്കുക. അതാണ് കോർട്ടിസോളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി മിനറൽ കോർട്ടിക്കോയിഡ് ഇൻസഫിഷ്യൻസി ആണെങ്കിൽ എന്തുണ്ടാവും, മിനറൽ കോർട്ടിക്കോയിഡ് ചെയ്യുന്നത് സോഡിയം ആൻഡ് വാട്ടർ റീഅബ്സോർപ്ഷൻ അല്ലേ, ഇത് രണ്ടും പോകും. ഓക്കെ, പിന്നെ പൊട്ടാസ്യത്തിന്റെയും H+ന്റെയും എക്സ്ക്രീഷൻ ആയിരുന്നു മിനറൽ കോർട്ടിക്കോയിഡ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആൽഡോസ്റ്റിറോൺ. അപ്പൊ ഇത് രണ്ടും അബ്സോർബ് ചെയ്യും, ഇത് രണ്ടും എക്സ്ക്രീറ്റ് ചെയ്യും ഇതിന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ. ഓക്കെ, അപ്പം ഈ മിനറൽ കോർട്ടിക്കോയിഡ് അഥവാ ആൽഡോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ എന്തുവാ, BP റെഗുലേഷൻ ആണ്, സോഡിയം വാട്ടർ റീഅബ്സോർപ്ഷൻ ചെയ്ത്. അപ്പം ഇവിടെ ആണെങ്കിൽ സോഡിയം വാട്ടർ റീഅബ്സോർപ്ഷൻ ചെയ്യാത്തതുകൊണ്ട് ഹൈപ്പോ ടെൻഷൻ ആയിരിക്കും, ഷോക്ക് ഒക്കെ വരും. ഓക്കെ, പിന്നെ സോഡിയം എക്സ്ക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഹൈപ്പോനാട്രീമിയ, പൊട്ടാസ്യം
പിന്നെ H+ ഒക്കെ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ കലീമിക് അസിഡോസിസ്. ഓക്കെ, അത് ഓർത്ത് വെക്കണേ. പിന്നെ അഡ്രീനൽ ആൻഡ്രോജൻ ഇൻസഫിഷ്യൻസി. നോർമലി ആൻഡ്രോജൻ ഇൻസഫിഷ്യൻസി കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ഫീമെയിൽസിനെ ആയിരിക്കും. കാരണം മെയിൽസിന് ടെസ്റ്റിസ് ഓൾറെഡി കുറെ ആൻഡ്രോജൻസിനെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫീമെയിൽസിൽ ഓൺലി സോഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്രീനലാണ്. അതുകൊണ്ട് ഫീമെയിൽസിനെ ആയിരിക്കും കൂടുതൽ ആൻഡ്രോജൻ ഇൻസഫിഷ്യൻസി അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഡിക്രീസ്ഡ് ബോഡി ഹെയറും ലോസ് ഓഫ് ലിബിഡോ ഒക്കെ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ആ എന്താണോ ഡെഫിഷ്യൻസി അതിന് വെച്ചിട്ട് നമ്മൾ സിംറ്റംസ് നോക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഈ കോർട്ടിസോൾ ഡെഫിഷ്യന്റ് ആകുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ വരുമെന്ന് പറയുന്നല്ലോ. അപ്പം ഹൈപ്പോഗ്ലൈസീമിയയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പാൽപിറ്റേഷൻ, ട്രമർ, ഡയാഫോറസിസ്, അതൊക്കെ കാണത്തില്ലേ? അപ്പം അതും നമുക്ക് അതിന്റെ അകത്ത് എഴുതി വെക്കാം. ഓക്കെ, പിന്നെ ഈ മിനറലോകോർട്ടിക്കോയിഡിന്റെ അകത്താണെങ്കിൽ ഹൈപ്പർകലീമിക് ആസിഡോസിസ്, അതൊന്ന് ഓർത്ത് വെക്കണം. പിന്നെ ഇവിടെ സോൾട്ട് വേസ്റ്റിങ്ങും ക്രേവിങ്ങും ആയിരിക്കും. ഓക്കെ, സോഡിയം ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്ത് കൂടുതൽ പോകും. സോൾട്ട് വേസ്റ്റിംഗ് ആൻഡ് സോൾട്ട് ക്രേവിങ്. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്തോട്ടാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് അതിന്റെ ഡെഫിഷ്യൻസി കാണാം, മിനറലോകോർട്ടിക്കോയിഡ് അതിന്റെ ഡെഫിഷ്യൻസി കാണാം, ആൻഡ്രോജൻ അതിന്റെ ഡെഫിഷ്യൻസി കാണാം, പിന്നെ അതർ ടെസ്റ്റ്. ഓക്കെ, അപ്പം ആദ്യം ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ടെസ്റ്റാണ്. ഇതിനെ നമ്മൾ പറയുന്ന പേര് ACTH സ്റ്റിമുലേഷൻ ടെസ്റ്റ് എന്നാണ്. അല്ലെങ്കിൽ ഇത് കണ്ടോ, സിനാക്തൻ ടെസ്റ്റ് എന്നും പറയും. SYNACTEHEN, സിനാക്തൻ ടെസ്റ്റ്. ACTH സ്റ്റിമുലേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ സിനാക്തൻ ടെസ്റ്റ് എന്ന് പറയും. ഇതൊന്നുമില്ല, ഒരു 250 മൈക്രോഗ്രാം നമ്മൾ ACTH ഇൻട്രാമസ്കുലർ ആയിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് 0 മിനിറ്റിലും 30 മിനിറ്റിലും നമ്മൾ പ്ലാസ്മ കോർട്ടിസോളിന്റെ ലെവൽ നോക്കും. നോർമലി ഒരാളിലാണെങ്കിൽ നമ്മൾ ACTH കുത്തിവെക്കുവാണെങ്കിൽ അവർക്ക് കോർട്ടിസോളിന്റെ ലെവൽ കൂടേണ്ടതാണ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ എന്തുവാ, കോർട്ടിസോൾ ലെവൽ ഫെയിൽസ് ടു ഇൻക്രീസ് എന്നാ. അതായത് ഇവിടെ ഇൻക്രീസ് ചെയ്യത്തില്ല. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? അഡ്രീനൽ ഇൻസഫിഷ്യൻസി ആണ്. ഓക്കെ, ഈ ടെസ്റ്റ് ചോദിക്കുവേ, ഇമ്പോർട്ടന്റ് ആണ്. ACTH സ്റ്റിമുലേഷൻ ടെസ്റ്റ്. ഇതാണ് നമ്മൾ അസസ്മെന്റ് ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് അസസ് ചെയ്യുന്ന ടെസ്റ്റ് ആയത്. ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. ഇനി മിനറലോകോർട്ടിക്കോയിഡ് പറയാം. നമ്മൾ നോർമലി ഒരാളെ എടുത്തിട്ട് ഒരു 250 മൈക്രോഗ്രാം നമ്മൾ ACTH ഇഞ്ചെക്ട് ചെയ്യും. അപ്പം ഈ അഡ്രീനോകോർട്ടിക്കോട്രോപിക് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്തുവാ? അഡ്രീനൽ ഗ്ലാൻഡിനെ ചെന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് കോർട്ടിസോൾ ഉണ്ടാക്കുക. ഓക്കെ, മെയിൻ ആയിട്ട് കോർട്ടിസോളിനെ ഉണ്ടാക്കുക. അപ്പൊ നോർമലി ഒരാൾ കുത്തി വെക്കുവാണെങ്കിൽ അവർ ഈ കോർട്ടിസോളിന്റെ ലെവൽ കൂടണ്ട. പക്ഷെ ഇവിടെ ഇൻസഫിഷ്യൻസി അല്ലേ, അതായത് ഇവർ ഈ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ACTH കുത്തിവെച്ച് കൊടുത്താലും കോർട്ടിസോൾ ലെവൽ ഒന്നും കൂടത്തൊന്നുമില്ല. അപ്പൊ പ്ലാസ്മ കോർട്ടിസോൾ ലെവൽ ഫെയിൽസ് ടു ഇൻക്രീസ്. ഓക്കെ, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അഡ്രീനൽ ഇൻസഫിഷ്യൻസി ആണ്, അതായത് അഡ്രീനൽ ഗ്ലാൻഡ് അടിച്ചു പോയി. ഓക്കെ, അപ്പം 0 to 30 മിനിറ്റ്സ്, 0 മിനിറ്റിലും നോക്കും, 30 മിനിറ്റിലും, 2 മിനിറ്റിലും നമ്മൾ പ്ലാസ്മ കോർട്ടിസോളിന്റെ ലെവൽ അസസ് ചെയ്യും. യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് ഫോർ ഡയഗ്നോസിസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി അഡ്രീനൽ ഇൻസഫിഷ്യൻസി, അവിടെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ ACTH ടെസ്റ്റ്. നോർമലി ഉള്ള ആൾക്കാരിൽ പ്ലാസ്മ കോർട്ടിസോൾ ഗ്രേറ്റർ ദാൻ 500 നാനോ മോൾ പെർ ലിറ്റർ എന്നാണ് പറയുന്നത്. നോർമലി ഉള്ള ആൾക്കാർക്ക് കോർട്ടിസോളും ഇത് കുത്തിവെച്ച് കഴിയുമ്പോൾ ഈ ലെവലാ കിട്ടണ്ട. പക്ഷെ ഇങ്ങനത്തുള്ള, അതായത് ഈ ഇൻസഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് ഈ ഇങ്ങനെ ഒരു റൈസ് കിട്ടത്തില്ല കോർട്ടിസോളിന്റെ ലെവലിൽ, ഡ്യൂ ടു അഡ്രീനൽ ഇൻസഫിഷ്യൻസി. ഓക്കെ, ഇനി മിനറലോകോർട്ടിക്കോയിഡിന്റെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോഡിയം ലെവൽ നോക്കണം. അതുപോലെ തന്നെ സെറം പൊട്ടാസ്യം, സെറം സോഡിയം നോക്കണം. സോഡിയം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. പൊട്ടാസ്യം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഹൈപ്പർ കലീമിക് അസിഡോസിസ്, അത് ഓർത്താൽ മതി. പിന്നെ ഈ പൊട്ടാസ്യം എടുക്കുമ്പോൾ നമ്മൾ ഈ ബ്ലഡ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ പൊട്ടാസ്യം എടുക്കുമ്പോൾ നമ്മൾ വൈഡ് ബോർ നീഡിൽ ഉപയോഗിക്കണം. കാരണം ഈ സ്മോൾ ബോർ അല്ലെങ്കിൽ ചെറിയ ഡയമീറ്റർ ഉള്ള ഇതാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ അകത്തുള്ള RBCs തന്നെ ലൈസ് ചെയ്ത് കുറെ പൊട്ടാസ്യത്തിന് റിലീസ് ചെയ്യും. അപ്പൊ നമുക്ക് ഫോൾസ് ഡയഗ്നോസിസ് ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു വൈഡ് ബോർ നീഡിൽ ഉപയോഗിക്കണം ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ആൽഡോസ്റ്റിറോൺ റെഗുലേറ്റ് ചെയ്യുന്നത് റാസ് മെക്കാനിസമാണ്. അപ്പൊ ആൽഡോസ്റ്റിറോൺ ഡെഫിഷ്യന്റ് ആകുമ്പോൾ ഈ റാസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇതിലെ റെനിന്റെ ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ നമുക്ക് പ്ലാസ്മ റെനിൻ ചെക്ക് ചെയ്തൂടെ? അത് ഹൈ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ആൽഡോസ്റ്റിറോണിന്റെ ലെവൽ ലോ ആയിരിക്കും. ഈ രണ്ടും നമ്മൾ എടുക്കുന്നത് പ്ലാസ്മ എടുക്കുന്നത് സൂപ്പൈൻ പൊസിഷനിലാണ്.
എന്തുകൊണ്ടാന്ന് അറിയത്തില്ല സൂപ്പീൻ പൊസിഷനിലാണ് എടുക്കുന്നത്. ഇനി ആൻഡ്രോജന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡിലുള്ള ഡീഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റിറോണും ആൻഡ്രോസ്റ്റെനഡിയോന്റെ ലെവൽ നോക്കും. രണ്ടും കുറവായിരിക്കും. ഓക്കെ, അപ്പം ഗ്ലൂക്കോകോർട്ടിക്കോയിഡിനെ ചെക്ക് ചെയ്ത്, മിനറലോകോർട്ടിക്കോയിഡ് ചെക്ക് ചെയ്ത്, ആൻഡ്രോജനെ ചെക്ക് ചെയ്ത്. ഇനി അതർ ടെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, അഡിസൺ ഡിസീസിന്റെ മോസ്റ്റ് കോമൺ കോസ് എന്താണ്? ഓട്ടോ ആന്റിബോഡീസാ. ഓക്കെ, അപ്പൊ സെറത്തിൽ നമ്മൾ ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ സി ടി എന്തിനാ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സി ടി അബ്ഡോമിൻ എടുക്കുമ്പോൾ അഡ്രീനൽ ഹെമറേജോ ട്യൂമറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ അബ്ഡോമിനൽ എക്സ്റേ അതെന്തിനാന്ന് ടി ബി ഞാനൊരു കോഴ്സ് പറഞ്ഞില്ലേ, ടി ബി HIV ഒക്കെ കോഴ്സ് പറഞ്ഞു. അപ്പം ടി ബി വരുവാണെങ്കിൽ ഇവർ ഈ അഡ്രീനൽ ഗ്ലാൻഡിൽ കാൽസിഫിക്കേഷൻസ് ഉണ്ടാകും. അപ്പൊ നമ്മൾ അബ്ഡോമിനൽ എക്സ്റേ എടുക്കുവാണെങ്കിൽ നമുക്കൊരു വൈറ്റിഷ് ആയിട്ടുള്ള ലീഷൻസ് കിട്ടും അഡ്രീനൽ ഗ്ലാൻഡിൽ. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് അബ്ഡോമിനൽ എക്സ്റേ എടുക്കുന്നത്. പിന്നെ HIV ടെസ്റ്റ് ചെയ്യാം. HIV ഒരു കോഴ്സ് പറഞ്ഞില്ലേ. അപ്പം ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ACTH സ്റ്റിമുലേഷൻ ടെസ്റ്റ് ഓർക്കണം. പിന്നെ മിനറലോകോർട്ടിക്കോയിഡിന് റെനിനും ആൽഡോസ്റ്റിറോണും, പിന്നെ സോഡിയം പൊട്ടാസ്യം ഓർത്തോണേ, സോഡിയം പൊട്ടാസ്യം നോക്കുക. പിന്നെ ആൻഡ്രോജൻ ഇത്, പിന്നെ അതർ ടെസ്റ്റ്. ഓട്ടോ ആന്റിബോഡി ഓർത്തോണേ. ഓക്കെ, ഇനി ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണോ ഡെഫിഷ്യൻസി അത് നമ്മൾ കൊടുക്കണം. അപ്പം ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റീപ്ലേസ്മെന്റിന് നമ്മൾ കൊടുക്കുന്നത് ഓറൽ ഹൈഡ്രോകോർട്ടിസോൺ ആണ്. ഓക്കെ, പിന്നെ ഡെക്സാമെത്തസോൺ കൊടുക്കാന്ന് പറയുന്നുണ്ട്, പക്ഷേ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഓറൽ ഹൈഡ്രോകോർട്ടിസോൺ ആണ്. പിന്നെ മിനറലോകോർട്ടിക്കോയിഡ് ഇതിന് റീപ്ലേസ്മെന്റ് ചെയ്യാൻ നമ്മൾ ഫ്ലൂഡ്രോ. ഈ മിനറലോകോർട്ടിക്കോയിഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ BP ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നില്ലേ. അപ്പം നമ്മൾ എപ്പോഴും ഈ ഫ്ലൂഡ്രോകോർട്ടിസോൺ കൊടുക്കുമ്പോൾ അവരുടെ BP, റെനിൻ, ഇലക്ട്രോലൈറ്റ് ഇതൊക്കെ മെഷർ ചെയ്തുകൊണ്ടിരിക്കണം, മോണിറ്റർ ചെയ്യണം. ഓക്കെ, ഇനി ആൻഡ്രോജന് റീപ്ലേസ്മെന്റ് ചെയ്യാൻ, ആൻഡ്രോജൻ യൂഷ്വലി നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ഫീമെയിൽസിലാണ്. കാരണം മെയിൽസിൽ ഞാൻ പറഞ്ഞല്ലോ ടെസ്റ്റിസ് ഓൾറെഡി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. അപ്പൊ ഫീമെയിൽസിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഡീഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റിറോൺ കൊടുക്കും. ഓക്കെ, ഹൈഡ്രോകോർട്ടിസോൺ, ഫ്ലൂഡ്രോകോർട്ടിസോൺ, DHEA. ഇനി നമ്മുടെ സെക്കൻഡറി കോസസ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഹൈപ്പോതലാമസിൽ വരാം, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിയിൽ വരാന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് എന്തോ ട്രീറ്റ്മെന്റ് കൊടുക്കും. ഈ പിറ്റ്യൂട്ടറിയും ഹൈപ്പോതലാമസിനും എന്തെങ്കിലും ഡിസീസോ അല്ലെങ്കിൽ ഒക്കെ വരുവാണെങ്കിൽ അവർ കൂടുതലും അഫക്ട് ചെയ്യുന്ന എന്തോത്തിനെ, കോർട്ടിസോളിന്റെ ലെവലിനെ ആയിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, കാരണം ഇവര് റെഗുലേറ്റ് ചെയ്യുന്ന കോർട്ടിസോളിനെ. അതുകൊണ്ട് നമ്മൾ കോർട്ടിസോൾ മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. അപ്പം കോർട്ടിസോളിന്റെ ഏറ്റവും എഫക്ട് എന്ന് പറഞ്ഞത് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പം നമ്മൾ ഡെക്സാമെത്തസോൺ കൊടുത്താൽ മതി, ഹൈപ്പോഗ്ലൈസീമിയ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഡെക്സാമെത്തസോൺ ആണ് ഹൈപ്പോതലാമിക് ആണെങ്കിലും അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഡിസീസ് ആണെങ്കിലും അവരുടെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഡെക്സാമെത്തസോൺ ആണ്. അല്ലാതെ അഡിസൺ ഡിസീസിൽ കൂടുതൽ ചോദിക്കുവാണെങ്കിൽ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോകോർട്ടിസോൺ ആണ്. ഇനി നമ്മൾ അഡ്രീനൽ ക്രൈസിസ്. അഡ്രീനൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കോസ് വരാം. ഒന്നെങ്കിൽ സഡൻ സ്റ്റോപ്പേജ് ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി, പെട്ടെന്ന് നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്തു, അത് കാരണം വരാം. അല്ലെങ്കിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാട്ടർ ഹൗസ് ഫ്രെഡറിക്സൺ സിൻഡ്രോം, അത് കാരണവും അഡ്രീനൽ ക്രൈസിസ് വരാം. ഓക്കെ, ഇപ്പൊ രണ്ട് കോസാ. ഇതിന്റെ മെക്കാനിസം എന്താന്ന് ഞാൻ പറയാം. മറ്റേ വാട്ടർ ഹൗസ് ഫ്രെഡറിക്സൺ ഞാൻ പറഞ്ഞല്ലോ, അത് അഡ്രീനൽ ഹെമറേജ് ഉണ്ടാക്കുമെന്ന്, DIC കാരണം. ഓക്കെ, ഇനി മറ്റേതിന്റെ കോസ് പറയും സഡൻ സ്റ്റോപ്പേജ്. അതായത് നോർമലി നമ്മളിപ്പം ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് തെറാപ്പി കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. ഓക്കെ, തയുടെ ബ്രെയിൻ ആണെന്ന് വിചാരിച്ചു, ബ്രെയിൻ ഇവിടുന്ന് ACTH വന്നോണ്ടിരിക്കുവാണ്, തയുടെ അഡ്രീനൽ ഗ്ലാൻഡ്. അപ്പം നോർമലി നമ്മൾ കുറെ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് കോർട്ടിസോളിന്റെ ലെവൽ കൂട്ടുമല്ലോ ബ്ലഡിൽ, അത് നമ്മുടെ ബ്രെയിനെ ചെന്ന് ഇൻഹിബിറ്റ് ചെയ്യും. ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരു ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ഉണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന റീപ്ലേസ്മെന്റ് തെറാപ്പിയിലുള്ള ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് നമ്മുടെ ബ്രെയിനെ ചെന്ന് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ ബ്രെയിനിൽ നിന്ന് ACTHന്റെ സെക്രീഷൻ എന്ത് ചെയ്യും, കുറയും. നമ്മൾ ഈ വെളിയിൽ നിന്ന് കൊടുക്കുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ ആയിട്ട് മാറും. ഈ കോർട്ടിസോളിന് ഒരു ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ ഉണ്ട് ബ്രെയിനിൽ. അവര് ബ്രെയിനിൽ ചെന്നിട്ട് ACTHന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പം നമ്മുടെ ഓൾറെഡി നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡ് ഇൻസഫിഷ്യന്റ് ആയിട്ട് ഇരിക്കുക, അതിൽ കുറച്ച് ഏരിയ മാത്രമേ ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ.
അപ്പം ആ ഏരിയയിൽ നോർമലി ഈ ACTH വന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കോർട്ടിസോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ കൊടുത്ത കൂടാതെ കോർട്ടിസോൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം കുറെ നാളിങ്ങനെ കൊടുത്ത് വരുമ്പം ഈ ACTH ഈ ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ കാരണം, അതായത് നമ്മൾ പുറത്തുനിന്ന് കൊടുത്ത കോർട്ടിസോളിന്റെ ഒരു ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ കാരണം ACTH കുറഞ്ഞ് ഉള്ള നോർമലി ഫംഗ്ഷൻഡ് ആയിട്ടുള്ള ഏരിയക്ക് പോലും ഈ ACTH ആക്ട് ചെയ്യത്തില്ല. കാരണം അതിന്റെ ലെവൽ അത്രയും കുറഞ്ഞു പോയി. അപ്പൊ ഈ നോർമലി ആക്ട് ചെയ്ത് നോർമൽ ഫംഗ്ഷൻ ആയിട്ടുള്ള ഏരിയ ബാക്കിയെല്ലാം പോയി കിടക്കുക, ഇവിടെ മാത്രമേ ഉള്ളൂ ACTH കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയും കൂടെ എന്ത് ചെയ്യും? അട്രോഫിക് ആയി പോകും. മനസ്സിലായോ? നമ്മൾ പറയാം. അതായത് നോർമലി അഡ്രീനൽ ഗ്ലാൻഡിന് കുറച്ച് ഏരിയ മാത്രമേ ഫംഗ്ഷൻ ആവുന്നുള്ളൂ, മറ്റേ ഏരിയയിൽ അടിച്ചു പോയിട്ടിരിക്കുക, ഇൻസഫിഷ്യന്റ് ആയിട്ടിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ACTH ആണ് ഇവരെ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കുറച്ച് എമൗണ്ട് കോർട്ടിസോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലോങ് ടൈം ആയിട്ട് വെളിയിൽ നിന്ന് നമ്മൾ കോർട്ടിസോൾ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇവർ ഈ ACTH ഫീഡ്ബാക്ക് ഇൻഹിബിഷൻ വഴി ഇവർ അതിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നോർമലി ഈ ACTH വന്ന് ആക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ എന്ത് ചെയ്യും? അട്രോഫിക് ആയി പോകും. കാരണം ഇവിടെ ACTH ഇല്ല ഇനി വേറെ. മനസ്സിലായോ? പിന്നെ നമ്മൾ സഡൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വെളിയിൽ നിന്ന് വരുന്ന കോർട്ടിസോളിന്റെ ലെവലും കുറയും. ഇപ്പൊ ടോട്ടലി ബോഡി നോക്കുകയാണെങ്കിൽ കോർട്ടിസോൾ ഒട്ടുമില്ല. മനസ്സിലായോ? അപ്പം ഹൈപ്പോടെൻഷൻ, ഷോക്ക്, അതുപോലത്തെ, അതായത് വെളിയിൽ നിന്ന് കൊടുത്തോണ്ടിരിക്കുന്നതും പോയി, പിന്നെ അകത്ത് സിന്തസൈസ് ചെയ്യുന്ന നേരത്തെ കൊടുത്ത സാധനം കാരണം ഇൻഹിബിറ്റ് ചെയ്ത് പോവുകയും ചെയ്തു. മനസ്സിലായോ? എല്ലാം കൂടി ഒരു മിനിറ്റ് മനസ്സിലായോ? ഞാൻ പറയും, മനസ്സിലാവും. ഇതാണ് അഡ്രിനൽ ക്രൈസിസിന്റെ ഫീച്ചേഴ്സ്. അതായത് നമ്മൾ സഡൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് കൊടുത്തോണ്ടിരിക്കുന്ന സാധനം പോയി, ഓൾറെഡി നോർമലി ഫംഗ്ഷൻ ആയിട്ടുള്ള ഗ്ലാൻഡ് മറ്റേ നേരത്തെ കൊടുത്തതിന്റെ എഫക്ട് കാരണം അടിച്ചും പോയി, ഇൻഹിബിറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പം ഷോക്ക് ഉണ്ടാവാം, ഹൈപ്പോടെൻഷൻ ഉണ്ടാകാം, നേരത്തെ അതേ ഫീച്ചർ ഹൈപ്പോനാട്രീമിയ. ഓക്കെ, പിന്നെ പൊട്ടാസ്യവും കാൽഷ്യവും മാത്രം കൂടും കേട്ടോ, ഹൈപ്പർ കലീമിയ ആൻഡ് ഹൈപ്പർ കാൽസ്യമി, ബാക്കിയെല്ലാം കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോർട്ടിസോളിന്റെ ഡെഫിഷ്യൻസി കാരണം ഹൈപ്പോഗ്ലൈസീമിയ വരാം, പിന്നെ ആൽഡോസ്റ്റിറോണിന്റെ ഡെഫിഷ്യൻസി കാരണം ഹൈപ്പോനാട്രീമിയ വരാം. അതേ സെയിം ഫീച്ചേഴ്സ് തന്നെ. ഷോക്ക് ഉണ്ടാവും. ഇതാണ് അഡ്രിനൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ, ഇത്രയും ഫീച്ചേഴ്സ്. അൺഎക്സ്പ്ലെയിൻഡ് ഫീവർ, മസിൽ ക്രാംസ്, വോമിറ്റിംഗ്, ഡയറിയ. ഓക്കെ, ഒന്നെങ്കിൽ ഈ മറ്റേ വാട്ടർ ഹൗസ് ഫ്രെഡറിച്ചൻ സിൻഡ്രോം അതുവഴി ഉണ്ടാവാം, അല്ലെങ്കിൽ സഡൻ സ്റ്റോപ്പേജ് കാരണം. അപ്പൊ നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്ന അതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ IV ആണ്, IV ഹൈഡ്രോകോർട്ടിസോൺ. മറ്റേത് നമ്മൾ പറഞ്ഞ ഓറൽ ഹൈഡ്രോകോർട്ടിസോൺ അല്ലേ, അഡിസൺ ഡിസീസിന്റെ മാനേജ്മെന്റ്. ഇത് IV ആണ്. ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ IV ഹൈഡ്രോകോർട്ടിസോൺ എന്ന് തന്നെ പറയണം. അത് നമ്മൾ ഇൻട്രാമസ്കുലർലി കൊടുക്കും. പിന്നെ BP ഒക്കെ ലോ ആയതുകൊണ്ട് നമ്മൾ IV, ഹൈപ്പോടെൻഷൻ ഉള്ളതുകൊണ്ട് IV നോർമൽ സലൈൻ കൊടുക്കുക. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ ഉള്ളതുകൊണ്ട് 10% ഗ്ലൂക്കോസ് കൊടുക്കുക. പിന്നെ എന്താണോ അണ്ടർലൈൻ കോസ് അതിനെ ട്രീറ്റ് ചെയ്യുക. ഇപ്പം വാട്ടർ ഹൗസ് ഫ്രെഡറിച്ചൻ സിൻഡ്രോം ഒക്കെ ആകുമ്പോൾ ഇൻഫെക്ഷൻ അല്ലേ, അപ്പൊ അതിന് ആന്റിബയോട്ടിക് ഒക്കെ കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പക്ഷേ ആ മറ്റേ സംഭവം മനസ്സിലായോ? മനസ്സിലായി. അത് ഞാൻ മറ്റേ കുഷിങ് സിൻഡ്രോം പറഞ്ഞപ്പോഴേടാ ഞാൻ അത് പറഞ്ഞായിരുന്നു. മറ്റേ ഒരു കോഴ്സ് പറഞ്ഞില്ലായിരുന്നു, ഇയാട്രോജനിക് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്ന ഒരു കോഴ്സാന്ന് പറഞ്ഞില്ലായിരുന്നു കുഷിങ് സിൻഡ്രോമിന്. അവിടെ ഞാൻ പറഞ്ഞായിരുന്നു ACTH ഈ കൊടുക്കുന്ന കോർട്ടിക്കോസ്റ്റോയിഡ് നേരെ ACTH ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് നമ്മൾ ACTH ഇൻഡിപെൻഡന്റ് കുഷിങ് സിൻഡ്രോം ആണെന്ന് ഞാൻ അവിടെ ജസ്റ്റ് പറഞ്ഞായിരുന്നു. അത് സെയിം കാര്യം തന്നെയല്ലേ ഇത്? അതെ, കുറെ നാള്. ഓക്കെ, അതുകൊണ്ട് ഇവര് ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ ഇത് ഉണ്ടല്ലോ കേട്ടോ, ഒരു മൊബൈൽ ബ്രേസ്ലെറ്റ് എപ്പോഴും ഇവര് ധരിച്ചിരിക്കും. കാരണം ഏതെങ്കിലും ഒരു ഡോസ് മിസ്സായി പോവുകയാണെങ്കിൽ അവർക്ക് ഈ ക്രൈസിസ് വരും, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ക്രൈസിസ് വരും. അതുകൊണ്ട് ഒരു മൊബൈൽ ബ്രേസ്ലെറ്റും ഒക്കെ ഇടും. പിന്നെ ഈ ക്രൈസിസുമായിട്ട് വരുന്നവർക്ക് നമ്മൾ ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഡബിൾ ദ ഡോസ് കൊടുക്കും, നോർമലി കൊടുത്തതിനെക്കാട്ടിലും ഡബിൾ ദ ഡോസ്. ഓക്കെ, പറഞ്ഞോ. നേരത്തെ ട്രീറ്റ്മെന്റിൽ ആ സെക്കൻഡ് പോയിന്റ് ഇല്ലേ, ക്രൈസിസിന്റെ ട്രീറ്റ്മെന്റ്, അത് IV ആണോ IM ആണോ? ഹൈഡ്രോകോർട്ടിസോൺ IV ആണെന്നാണ് ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. എവിടെ ഇട്ടേക്കുന്നു? സോറി പറഞ്ഞു. അത് ആദ്യം IV കൊടുക്കുന്നത്, കുറച്ച് കഴിയുമ്പോൾ IM ആക്കും. അതിന്റെ ഡോസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ വിചാരിച്ച അത്രയും വൃത്തിയടക്കണ്ട. ഇനിഷ്യൽ ട്രീറ്റ്മെന്റ് IV കൊടുക്കുന്നത് ക്രൈസിസുമായിട്ട് വരുമ്പോൾ, പിന്നെ കണ്ടിന്യൂവേഷൻ ആണ് IM കൊടുക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? നമ്മൾ ആ കോഴ്സ് ഓർത്ത് വെച്ചോണേ,
ഫസ്റ്റ് മോസ്റ്റ് കോമൺ കോസ് ഇൻ ഇന്ത്യ എന്തുവാ? TB മറന്നു പോരുത്. പിന്നെ മോസ്റ്റ് കോമൺ കോസ് ഏതാ? ഓട്ടോഇമ്യൂൺ ഡിസീസ്. പിന്നെ പിറ്റ്യൂട്ടറിയില് 2 കോസ് വരാം. ഒബ്സ്ട്രക്റ്റിക് കോസും വരാം, നോൺ ഒബ്സ്ട്രക്റ്റിക്കും വരാം കേട്ടോ. ഒബ്സ്ട്രക്റ്റിക് കോസ് ആണ് ഞാൻ പറഞ്ഞ ഷീഹാൻ സിൻഡ്രോം. പോസ്റ്റ് വാർട്ടം പിറ്റ്യൂട്ടറിയിൽ ഇതുണ്ടാവുമല്ലോ, ഇഷീമിയ ഉണ്ടാവുന്നത്. ഡെലിവറി കഴിഞ്ഞ ഉടനെ അവർക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഡാമേജ് ഉണ്ടാവും, അങ്ങനെ എന്തോ. പിന്നെ നോൺ ഒബ്സ്ട്രക്റ്റിക് കോസസ് എന്ന് പറഞ്ഞാൽ സിമ്മൺ സിൻഡ്രോം എന്നാണ്. സിമ്മൺ സിൻഡ്രോം, SIMMOND, സിമ്മൺസ്. ഞാൻ ഈ പ്രിപ്ലാഡറിൽ കണ്ടപ്പോഴത്തേക്ക് ഈ നമ്മുടെ പിറ്റ്യൂട്ടറി, അതായത് ഇപ്പൊ പിറ്റ്യൂട്ടറി പിന്നെ ഹൈപ്പോതലാമസ് ഇങ്ങനെയാണല്ലോ. പിറ്റ്യൂട്ടറി ടേർഷറി കോസ് ആണെന്നാ പറയുന്നത് കേട്ടോ. ഇതിന്റെ അകത്ത് പക്ഷെ ടെക്സ്റ്റിൽ സെക്കൻഡറി എന്നാ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാ പിന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞു. അല്ല പിറ്റ്യൂട്ടറി അല്ല, സോറി, ഹൈപ്പോതലാമസ് ആണ്. സോറി. അല്ല, നമ്മൾ വരുവാണെങ്കിൽ ഇങ്ങനെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രീനൽ എന്തെങ്കിലും ആണെങ്കിൽ അത് പ്രൈമറി കോസ്, പിറ്റ്യൂട്ടറി ആണെങ്കിൽ സെക്കൻഡറി, ഹൈപ്പോതലാമസ് ആണെങ്കിൽ ടേർഷറി, ഇങ്ങനെയാ പറയുന്നത്. പക്ഷെ ടെക്സ്റ്റില് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും കൂടെ രണ്ടും കൂടെ ചേർത്ത് സെക്കൻഡറി എന്നാ കൊടുത്തേക്കുന്നത്. കണ്ടില്ലേ? ഹൈപ്പോതലാമിക് ആൻഡ് പിറ്റ്യൂട്ടറി ഡിസീസ്. അതുകൊണ്ടാ പിന്നെ അങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ കോസ് അറിഞ്ഞ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നോക്കാം. HIV ആണെങ്കിൽ അതെടുക്കാം. ട്യൂബർകുലോസിസ് ആണെങ്കിൽ നമ്മുടെ CT അബ്ഡോമൻ ഓർക്കണം. ഓക്കെ. പിന്നെ ഇതാണെങ്കിൽ ഓട്ടോ ആന്റിബോഡീസ് നോക്കണം. പിന്നെ ഈ ഡ്രഗ്സ് ചോദിച്ചിട്ടുണ്ട് 2 എണ്ണം, കീറ്റോകോണസോളും ഏറ്റവും. ഇത് കുഷിംഗ് സിൻഡ്രോമിന് കൊടുക്കുന്നതാണോ ഇത് ട്രീറ്റ്മെന്റ്? കുഷിംഗ് സിൻഡ്രോമിന് കൊടുക്കുന്നത്. അപ്പൊ അത് അത് കൂടി പോയിട്ട് കോർട്ടിസോളിന്റെ ഇൻഹിബിഷൻ ആണ് നടക്കുന്നത്. ഓക്കെ. ഓക്കെ. ഇത് ഫീച്ചേഴ്സ് ഓർത്ത് വെക്കണം. ഇതിന്റെ അകത്ത് ACTH ഓർത്ത് വെക്കണം. ഹൈപ്പർ പിഗ്മെന്റേഷൻ അത് പാംസിലും സോൾസിലും ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഓക്കെ. പിന്നെ മ്യൂക്കസ് മെമ്പറൈൻ, കൺജങ്ക്റ്റീവയിലൊക്കെ ഉണ്ടാക്കാം. പിന്നെ ഒരു പോയിന്റ്, സ്കാർ ഓൾറെഡി ഫോം ചെയ്ത സ്കാറിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാക്കാം അഡിസൺ ഡിസീസിൽ. ഓക്കെ, അന്നോർത്ത് വെച്ചു. പിന്നെ ഈ ലിബിഡോ അതൊക്കെ ഉള്ളത് ഫീമെയിൽസിനാണ്. മെയിൽസിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡിക്രീസ്ഡ് ബോഡി ഹെയർ ആൻഡ് ലോസ് ഓഫ് ലിബിഡോ. ഇല്ലല്ലോ, ടെക്സ്റ്റിൽ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ ചെറുതാക്കിയത്. ഓക്കെ. ഓക്കേടാ, താങ്ക് യു. താങ്ക് യു.